നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിശബ്ദ പ്രചാരണത്തിന്റെ ഒരു പകലാണ് കഴിഞ്ഞു പോയത്. നാളെ കേരളം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. 24 ടീം സജ്ജമാണ്. നാളെ 5 മണി മുതൽ തത്സമയ സംപ്രേഷണവുമായി. വാർത്താമഴ ഇന്ന് പരിശോധിക്കുന്നത് ഇന്നു നടന്ന വാർത്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിശബ്ദ പ്രചാരണത്തിന്റെ പകലിൽ വോട്ടർമാരെയും മതമേലധ്യക്ഷന്മാരെയും നേരിൽ കാണുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with DuraShine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. സ്വീകരണങ്ങളും പ്രവർത്തകരുടെ ആരവങ്ങളുമില്ലാതെ നിശബ്ദമായി വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. സ്ലിപ്പ് വിതരണവും മറ്റുമായി പ്രവർത്തകരും സജീവമായി. സാമുദായിക നേതാക്കളെ കണ്ട് സ്ഥാനാർത്ഥികളിൽ ചിലർ പിന്തുണ ഉറപ്പാക്കി. അനുഗ്രഹം തേടി മതമേലധ്യക്ഷന്മാരുടെ മുന്നിലെത്തിയവരുമുണ്ട്. മാർക്കറ്റുകളും വീടുകളും കേന്ദ്രീകരിച്ചായിരുന്നു തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചാരണം. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ആലത്തൂരിലെ എല്ലാ സ്ഥാനാർത്ഥികളും വോട്ടർമാരെ നേരിൽ കാണാനാണ് ഇന്നത്തെ ദിവസം ഉപയോഗപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോഴും ചില സ്ഥാനാർത്ഥികൾ. വോട്ടർമാർക്ക് എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ സ്ലിപ്പുകൾ വിതരണം ചെയ്തു. 20 സീറ്റിലും വിജയമുറപ്പെന്ന് K സുധാകരന്റെ ആത്മവിശ്വാസം. 20 ഔട്ട് ഓഫ് 20 തന്നെ. ഞങ്ങൾ അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ വ്യതിചരിച്ചിട്ടില്ല. ഞാനല്ല, കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും വ്യതിചരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഫുൾ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്. സംസ്ഥാനത്ത് അട്ടിമറി വിജയം നേടുമെന്നും BJPക്ക് അനുകൂലമായ അടിയൊഴുക്കുണ്ടെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരളത്തിൽ അദൃശ്യവും അതിശക്തവുമായ ഒരടിയൊഴുക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ വിജയപ്രതീക്ഷയിലാണ് LDF ക്യാമ്പും. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി കഴിഞ്ഞു. ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ കൈമാറിയത്. ചൂട് പരിഗണിച്ച ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷ കണക്കിലെടുത്ത 7 ജില്ലകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. രാവിലെ 8 മണിയോടെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിയത്. വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വോട്ടിംഗ് മെഷീൻ പരിശോധിച്ച ശേഷം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉപകരണങ്ങൾ കൈമാറി. വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം അതാത് കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ തിരിച്ചെത്തിക്കണം. തുടർന്ന് സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. സംസ്ഥാനത്തെ 25,231 ബൂത്തുകളിലെ സുരക്ഷയ്ക്ക് 66,303 പോലീസുകാരെ വിന്യസിച്ചു. 1,700 പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനാ നിരീക്ഷണമുണ്ടാകും. ഇതിനു പുറമെ വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ട് ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ട കണ്ണൂർ മുഴക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ പതിച്ച മാവോയിസ്റ്റ് പോസ്റ്റർ പോലീസ് നീക്കം ചെയ്തു. പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 7 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട, തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിലാണ് നിരോധനാജ്ഞ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലത്തീൻ സഭയുടെ മുഖപത്രം ജീവനാദം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇത്ര പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടില്ലെന്ന് മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. എബിൻ ജോസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. എബിൻ, എന്തെല്ലാമാണ് ഈ മുഖപ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്? സ്മിത, 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ലത്തീൻ സഭയുടെ മുഖപത്രമായ ജീവനാദത്തിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ പ്രസംഗം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉന്നയിക്കുന്നത്. രാജസ്ഥാനിലെ പ്രസംഗം ഇതിനോടകം തന്നെ വിവാദമായിരുന്നു. വെറുപ്പിൽ നിന്നുള്ള മുക്തിക്കായി എന്നാണ് ഈ മുഖപ്രസംഗത്തിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. അതായത് അപരമത വിദ്വേഷം പുലർത്തുന്ന നരേന്ദ്രമോദിക്കുള്ള മറുപടിയായി പോളിംഗ് ബൂത്തിൽ ചൂണ്ടുവിരൽ നീട്ടാൻ എന്നാണ് സഭയുടെ ഔദ്യോഗിക മുഖപത്രമായ ജീവനാദത്തിലെ ആദ്യത്തെ ലൈനായി വരുന്നത്.
പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇതുപോലെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടില്ല എന്നും പറയുന്നു. അതായത് രാജസ്ഥാനിലെ ആ പ്രസംഗം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്. ഏതായാലും സഭയുടെ മുഖപത്രത്തിൽ തന്നെ നാളെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ BJPക്കെതിരെ ശക്തമായ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉയരുന്നത്. നേരത്തെ സഭയുടെ നിലപാടായി പറയുന്നത് സമദൂരം എന്നാണെങ്കിൽ പോലും സഭയുടെ മുഖപത്രത്തിൽ ഇത്തരത്തിൽ കഴിഞ്ഞ തവണ ഒരു ലേഖനത്തിൽ കേരള സ്റ്റോറിക്കെതിരെ വിമർശനം ഉണ്ടായിരുന്നെങ്കിൽ തൊട്ടടുത്ത് ഇന്ന് ഇപ്പോൾ BJPക്കെതിരെ, പ്രത്യേകിച്ച് BJPയുടെ പ്രചരണ തന്ത്രങ്ങൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതാണ്, 2002 ഗുജറാത്തിൽ നടത്തിയ പോലുള്ള പരാമർശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നെല്ലാം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ലത്തീൻ സഭയുടെ ഔദ്യോഗിക മുഖപത്രമാണ് ജീവനാഥത്തിൽ BJPക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിക്കുന്നത്. എബിൻ പറഞ്ഞതുപോലെ തന്നെ നാളെ വോട്ടെടുപ്പിന് തയ്യാറെടുത്തിരിക്കുന്ന വോട്ടർമാരാണ്. എറണാകുളം മണ്ഡലത്തിലൊക്കെ ആണെങ്കിൽ ലത്തീൻ സഭയുടെ വോട്ടുകൾ അത് വളരെ പ്രധാനമാണ്. ഈ മാറി വരുന്ന സമുദായ സമവാക്യങ്ങൾ അത് തീർച്ചയായിട്ടും ഏത് മുന്നണിക്കും ഏത് രീതിയിലും മാറി വരാം എന്നുള്ള ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ മണിക്കൂറുകളിൽ വരുന്ന ഈ മുഖപത്രത്തിൽ വരുന്നത് തീർച്ചയായിട്ടും അത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് അല്ലേ? സ്മിത, തീർച്ചയായും ചില മണ്ഡലങ്ങളിലെല്ലാം ലത്തീൻ സഭയുടെ ഒരു സ്വാധീനം വളരെ വലുതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം പോലുള്ള, കൊല്ലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം ലത്തീൻ സഭയ്ക്ക് കൃത്യമായി നിർണായകമായ വോട്ടുള്ളതാണ്. തീരദേശ മേഖലയിൽ ലത്തീൻ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ളതാണ്. സഭ ഔദ്യോഗികമായ ഒരു നിലപാട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സമദൂരമെന്നാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കാര്യത്തിൽ സഭയുടെ മുഖപത്രത്തിൽ വലിയ തോതിൽ BJPക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. പ്രധാനമന്ത്രിക്കെതിരെ നേരിട്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി അപരമത വിദ്വേഷമാണ് പറഞ്ഞു വയ്ക്കുന്നത്. പ്രത്യേകിച്ച് രാജസ്ഥാനിലെ ആ പ്രസംഗമെല്ലാം ഇതിനോടകം തന്നെ വിവാദമായി കഴിഞ്ഞു. പ്രതിപക്ഷ കക്ഷികൾ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യം എല്ലാം ചൂണ്ടിക്കാണിക്കൊണ്ടുള്ള വിമർശനമാണ് ഇപ്പോൾ ജീവനാഥത്തിൽ ഉന്നയിക്കുന്നത്. സ്മിത, എബിൻ ജോസ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. വാർത്താമഴ. NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മാറ്റണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴയിൽ DYFIയുടെ പ്രതിഷേധം. പോളിംഗ് സ്റ്റേഷന് 100 മീറ്റർ പരിധിക്കുള്ളിലാണ് NDA കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്നാണ് പരാതി. മനീഷ് മഹിപാലാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. മനീഷ്, എന്താണ് വിവരങ്ങൾ? ശ്രീലക്ഷ്മി, അതായത് ഈ NDAയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അമ്പലപ്പുഴ ബ്ലോക്ക് ഓഫീസിന് എതിർവശമാണ് ആലപ്പുഴ പാർലമെൻറ്റ് കമ്മിറ്റി ഓഫീസ്. ഇത് മാറ്റണമെന്നാണ് DYFI പ്രവർത്തകരുടെ ആവശ്യം. അതായത് LDF പ്രവർത്തകരുടെ ആവശ്യം. 100 മീറ്റർ പരിധിക്ക് അകത്ത് ഇത്തരത്തിൽ പ്രചരണ ബോർഡുകളോ അല്ലെങ്കിൽ കമ്മിറ്റി ഓഫീസുകളോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളോ പാടില്ല എന്ന ചട്ടം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്ഥലത്ത് DYFI LDF പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിൻ്റെ നേരെ എതിർവശത്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുള്ളത്. അത് മാറ്റണമെന്നാണ് ആവശ്യം. സ്ഥലത്ത് ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്, പോലീസ് എത്തിയിട്ടുണ്ട്. ഇത് ഇത്തരത്തിലുള്ള ചട്ടം പാലിക്കുന്നില്ല. അത് വലിയ ബോർഡുകൾ, NDA സ്ഥാനാർത്ഥിയുടെ വലിയ ബോർഡുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അത് മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ LDF പ്രവർത്തകർ വന്നിട്ട് എത്തിയിട്ടുള്ളത്. എന്താണെങ്കിൽ ഈ ഓഫീസ് അതിൻ്റെ മുൻവശം മറച്ചാൽ മതി, പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റേണ്ട ആവശ്യമില്ലെന്നാണ് BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ പറയുന്നത്. അത്തരത്തിലുള്ള കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. പൂർണ്ണമായി മാറ്റേണ്ട ആവശ്യമില്ല, പ്രചരണ ബോർഡുകൾ മറക്കണം എന്നുള്ള ആവശ്യം അറിയിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇവിടെ നിന്ന് മടങ്ങി പോകണമെങ്കിൽ ഈ ഓഫീസ് പൂർണ്ണമായി മാറ്റണമെന്ന് പറയുന്നു. ഇവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടി ചേരുന്നുണ്ട്. എന്താണ് ആവശ്യം? ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ റൂൾ അനുസരിച്ചിട്ട് പോളിംഗ് നടക്കുന്ന ബൂത്തിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിൽ 200 മീറ്റർ അകലെ സ്ഥാനാർത്ഥികളുടെ ആയാലും രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് കാര്യങ്ങൾ ബോർഡും മറ്റുമൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ 45 മീറ്ററേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ 4 ബൂത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ 4 ബൂത്തുകളിൽ നിന്നും ആ ബൂത്തിന് ഇതുമായിട്ട് 45 മീറ്ററേ ഉള്ളൂ. അപ്പോൾ 45 മീറ്റർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർക്കാണ് ഇത് അധികാരം. അവരോട് സംസാരിച്ചപ്പം 200 മീറ്ററിനുള്ളിൽ ആണ് ഇത് നിൽക്കുന്നതുകൊണ്ട് മാറ്റണമെന്ന് അവർ പറഞ്ഞുകൊണ്ട് മാറ്റാൻ പറഞ്ഞിട്ടും മറ്റുള്ള പോലീസ് ഓഫീസർമാരുമായിട്ട് സംസാരിച്ചു. പോലീസ് ഓഫീസർമാർ പറഞ്ഞത് 200 മീറ്ററിനുള്ളിൽ നിൽക്കുന്നതെന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവർ മാറ്റിക്കോളും എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും മാറ്റിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ മാറ്റിയിട്ടില്ല. അത് മാറ്റിയില്ലെങ്കിൽ എന്താണ് മാറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതേപോലെ ഞങ്ങളെല്ലാം കൂടി ഇവിടെ വെക്കും. NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാണ് ആലപ്പുഴയിൽ ഇപ്പോൾ DYFI പ്രതിഷേധിക്കുന്നത്. പോളിംഗ് സ്റ്റേഷന് 100 മീറ്റർ പരിധിക്കുള്ളിലാണ് NDA കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസ് എന്നാണ് ഇവരുടെ പരാതി. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.
വയനാട്ടിൽ കിറ്റ് വിവാദം തുടരുന്നതിനിടെ BJPയുടെ പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ നിന്ന് 167 ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. വേങ്ങപ്പള്ളി പഞ്ചായത്തിലെ തെക്കുംതറയിൽ നിന്നാണ് കിറ്റുകൾ പിടിച്ചെടുത്തത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിതരണം ചെയ്യാൻ വെച്ചിരുന്ന കിറ്റാണ് പിടിച്ചെടുത്തതെന്ന് LDFും UDFും ആരോപിക്കും. BJPയുടെ പ്രാദേശിക നേതാവായ തെക്കുംതറ സ്വദേശി VK ശശിയുടെ വീട്ടിൽ നിന്ന് പിടികൂടിയത് 167 കിറ്റുകൾ. 450 രൂപ മുഖവില വരുന്ന കിറ്റിൽ ഭക്ഷ്യസാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്നലെയാണ് കിറ്റുകൾ ഇവിടേക്ക് എത്തിച്ചതെന്നാണ് ആക്ഷേപം. കിറ്റുകൾ നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമമെന്ന് LDFും UDFും. തീർച്ചയായും ജനാധിപത്യപരമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം ഇത്തരം കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് വോട്ട് സ്വാധീനിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. ഇവരെ ആൾക്കാർ എല്ലാ കോളനിയും കയറി ഇറങ്ങി ഇന്ന് രാത്രി പിന്നെ കിറ്റ് കൂടെ എത്തും, കിറ്റ് കൊണ്ട് തരും എന്നിട്ട് എല്ലാ സ്ഥലത്തും ഈ വെങ്ങപ്പള്ളി പഞ്ചായത്ത് മൊത്തം കറങ്ങിയിട്ടുണ്ട്. ഇവർ നടന്നുകൊണ്ട് പറഞ്ഞതാണ് ഇവർ. കിറ്റുകൾ സേവാഭാരതിയുടേതാണെന്ന് BJP പ്രാദേശിക നേതൃത്വം. തെരഞ്ഞെടുപ്പിന് വിതരണം ചെയ്യാൻ എത്തിച്ചതല്ലെന്നും മറുപടി. ഇത് സേവാഭാരതി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട് ഞങ്ങൾക്ക്. അവർ വിഷുവിന് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ വിഷു കഴിഞ്ഞിട്ട് കിട്ടിയതുകൊണ്ട് അവർ തന്നെ നിർദ്ദേശം തന്നു, പിന്നെ ഈ സമയത്ത് കൊടുക്കരുത്, ഇലക്ഷനാണ്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, അതുവരെ എവിടേക്കും സൂക്ഷിക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ സേവാഭാരതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അയാൾ അവിടെ വെച്ചു എന്നേ ഉള്ളൂ. കൃത്യമായ ബില്ലുകൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ല. തുടർ നടപടികളുടെ ഭാഗമായി ഭക്ഷ്യക്കിറ്റുകൾ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് കൊണ്ടുപോയി. 24 വയനാട്. ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ഒമാനിലെ നിസ്വയിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. നഴ്സസാണ് 5 പേർ. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അപകടത്തിൽ പെടുകയായിരുന്നു ഇവർ. തൃശൂർ സ്വദേശി മജീദ രാജേഷ്, കൊല്ലം സ്വദേശി ഷജീറ ഇലിയാസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. അരുൺ പാറാട്ടാണ് ചേരുന്നത് വിവരങ്ങളുമായി. അരുൺ, ഇത് എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എങ്ങനെയാണ് അപകടമുണ്ടായത്? മസ്കറ്റിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള ദാഖിലിയ ഗവർണറേറ്റിലെ നിസ്വ എന്ന സ്ഥലത്താണ് ഈ ഒരു ദാരുണമായിട്ടുള്ള ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. ഈ അപകടത്തിൽ ഇപ്പോൾ 2 മലയാളികൾ ഉൾപ്പെടെ 3 നഴ്സുമാരാണ് മരിച്ചത്. ഈ നിസ്വ ആശുപത്രിയിലെ നഴ്സുമാരാണ് ഈ മരണപ്പെട്ടവർ. ഇവർ ഉൾപ്പെടെ 5 പേരടങ്ങുന്ന സംഘം ഇന്ന് ഉച്ചയ്ക്ക് ഒരു 1:15 കൂടി റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു. ഇവർ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ റോഡിന്റെ നടുവിൽ എത്തിയ സമയത്ത് എതിരെ പോയി 2 വാനുകൾ കൂട്ടിയിടിച്ച് ഇവരുടെ ദേഹത്തേക്ക് വരികയായിരുന്നു. ഈ വാഹനങ്ങൾ കയറിയാണ് ഇപ്പോൾ ഈ ഒരു മരണം സംഭവിച്ചിട്ടുള്ളത്. തൃശൂർ സ്വദേശി മജീദ രാജേഷ്, കൊല്ലം സ്വദേശി ഷജീറ ഇലിയാസ് എന്നിവരാണ് ഈ മരണപ്പെട്ട മലയാളികൾ. മരിച്ച മറ്റൊരാൾ ഈജിപ്ത് സ്വദേശിയാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 നഴ്സുമാരുണ്ട്. ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ സമീപത്തുള്ള ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മരണമടഞ്ഞ ഈ നഴ്സുമാരുടെ മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾക്കായി ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങൾക്ക് ശേഷം ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും. ഇതിനായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ശരി, അരുൺ പാറാട്ടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മരിച്ചവരിൽ 2 പേർ മലയാളി നഴ്സുമാരാണ്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച് CBI. കൊച്ചിയിലെ പ്രത്യേക കോടതിയിലാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ആദ്യഘട്ട കുറ്റപത്രം വളരെ പെട്ടെന്ന് തന്നെ സമർപ്പിച്ചിരിക്കുന്നു CBI. വിശദാംശങ്ങൾ എന്താണ്? CBI കേസ് ഏറ്റെടുത്ത് തൊട്ടു പിന്നാലെയാണ് സ്മിത ഈ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം, പ്രതികൾ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ്. ഇവർ ജാമ്യത്തിനായുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഈ കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുവാനുള്ള സാധ്യത പൂർണ്ണമായും അടയ്ക്കുകയാണ് CBIയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് ഈ കേസിൽ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ജാമ്യം തടയുന്നതിനുള്ള എല്ലാ അവസരവും CBIക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇതുകൂടി മുൻകൂട്ടി കണ്ടാണ് ആദ്യഘട്ട കുറ്റപത്രം നൽകിയത്. ഇനി ഇതിന്മേലുള്ള അന്വേഷണം നടക്കും. കൂടുതൽ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ, പ്രതികൾ ഉണ്ടെങ്കിൽ അവരെ കൂടി കൂട്ടിച്ചേർത്ത് വീണ്ടും സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ CBIക്ക് സാധിക്കുകയും ചെയ്യും. വിവാദമായ കേസാണ്. തെരഞ്ഞെടുപ്പാണ് നാളെ. അതിന് തൊട്ടു മുൻപ് CBI കുറ്റപത്രം നൽകിയിരിക്കുന്നു. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിലെത്തിയവർ ആയുധങ്ങൾ ഉപേക്ഷിച്ചതായി UDF പ്രവർത്തകരെ അപായപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുമാണ് ആയുധങ്ങൾ എത്തിച്ചതെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആരോപിച്ചു. എന്നാൽ ആയുധങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട അവസ്ഥ LDFനില്ല എന്ന് K രാധാകൃഷ്ണൻ പ്രതികരിച്ചു. വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ആലത്തൂരിലെ ആയുധ വിവാദം.
LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചരണ വാഹനങ്ങളിൽ ഒന്നിൽ നിന്ന് ആയുധങ്ങൾ ഉപേക്ഷിച്ചെന്നാണ് UDFന്റെ ആരോപണം. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് LDF ആയുധങ്ങൾ എത്തിച്ചതെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് CPM നേരിട്ട് നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. വലിയ ആസൂത്രിതമായിട്ടുള്ളത് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. മന്ത്രിക്ക് നേരിട്ട് പങ്കുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആരോപണം കള്ളമെന്ന് കെ രാധാകൃഷ്ണൻ. ആയുധം ഉപയോഗിച്ചല്ല ബാലറ്റ് ഉപയോഗിച്ചുള്ള യുദ്ധത്തിനാണ് LDF മത്സരിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാ. അതെന്താ വെച്ചാൽ പിന്നെ ഇവരെന്താ വെച്ചാൽ ഇതിന്റെ പുറകെ വാഹനത്തിന്റെ പുറകെ വന്നിട്ട് വല്ല പിന്നെ ഈ വിട്ടത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിചാരിച്ച് തെറ്റിദ്ധരിച്ചാലോന്ന് വെച്ചിട്ട് പുറത്തേക്ക് വേണ്ടെന്ന് വെച്ചിട്ട് അവരിവിടെ അത് വീഴ്ച പോവുകയാണ് ചെയ്തത്. രാധാകൃഷ്ണന്റെ ബന്ധുവിന്റെ വാഹനത്തിലാണ് ആയുധം കടത്തിയതെന്ന് TN പ്രതാപനും ആരോപിച്ചു. മണ്ഡലത്തിൽ യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ബന്ധുവിൻ്റെ വാഹനത്തിൽ നിന്നും ആയുധം കണ്ടെത്തിയത്. ഇതിന് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെ പേരിൽ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണം. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണെന്നാണ് ചേലക്കര പോലീസിന്റെ വിശദീകരണം. സമ്മതിദായകർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് ആലത്തൂരിൽ പുതിയ രാഷ്ട്രീയ വിവാദം ഉയർന്നിരിക്കുന്നത്. ഈ വിവാദത്തെ വോട്ടർമാർ സ്വീകരിക്കുമോ അതോ തള്ളിക്കളയുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം ശ്യാംകുമാർ, 24 ആലത്തൂർ. LDFും ഫാസിസ്റ്റ് ശക്തികളും ഒരേ തൂവൽ പക്ഷികളെന്ന് സമസ്ത കേന്ദ്ര മുഷാവറാംഗം ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുസ്ലിം സംരക്ഷണം ഏറ്റെടുക്കുന്ന CPIM പാർട്ടി ഗ്രാമങ്ങളിൽ മുസ്ലിം വിദ്വേഷ പ്രവർത്തനം നടത്തുന്നുവെന്നും നദ്വി ആരോപിച്ചു. സമസ്തയെയും ലീഗിനെയും തെറ്റിക്കാൻ നോക്കുന്നത് പാഴ്വേലയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇടതുപക്ഷത്തെ പിന്തുണച്ച് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം രംഗത്ത് വന്നതിന് പിന്നാലെ സമസ്തയിലെ ലീഗ് അനുകൂല നേതാക്കൾ മുസ്ലിം ലീഗിന് പ്രതിരോധം തീർക്കുന്ന കാഴ്ച തുടരുകയാണ്. CPMനെ കടന്നാക്രമിച്ചുകൊണ്ട് സമസ്തയിലെ മുതിർന്ന അംഗമായ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയാണ് ഇന്നെത്തിയത്. LDFും ഫാഷിസ്റ്റ് ശക്തികളും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് പല ആളുകളും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകം ഫാഷിസത്തെയും കേരളത്തിലെ LDFനെയും ജനാധിപത്യ വിശ്വാസികൾ ഒരേ മനസ്സ് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. മുസ്ലിം പെൺകുട്ടിയുടെ തട്ടമഴിപ്പിച്ചത് തങ്ങളാണെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ CPIM തട്ടമിട്ട പെൺകുട്ടികളെ വെച്ച് പരസ്യം ചെയ്യുന്നുവെന്നും വിമർശനം. അവർ 4 മാസം മുമ്പ് അവകാശവാദം ഉന്നയിച്ചു, ഞങ്ങളാണ് ഇവിടെ മുസ്ലിം പെൺകുട്ടികളെ തട്ടം വലിച്ച് ഊരിയത്. എന്നിട്ട് ആ തട്ടമിട്ട ഒരു പെൺകുട്ടിയെ തന്നെ അവർക്ക് പരസ്യത്തിൽ കൊടുക്കേണ്ടി വന്നു ഇന്നലെ. അത് അവരെ കുറ്റം പറയേണ്ടി അവരെ നയം അതാണ്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ്. സമസ്തയിലെ ലീഗ് പക്ഷക്കാരാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ. സമസ്തയിൽ നിന്നുള്ള ഒരു ചെറിയ വിരുദ്ധ സംഘം കൂടി ഒരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചു. അത് സമസ്ത ഒന്നിച്ചെതിർക്കും എന്നവർക്ക് ബോധ്യം തോന്നുന്നു. അങ്ങനെ വന്നപ്പോൾ സമസ്തയെയും ലീഗിനെയും തെറ്റിക്കാൻ നോക്കുന്നത് പാഴ്വേലയെന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഇതൊരു പാഴ്വേലയാണ്. സമസ്തയും ലീഗിനെയും ഒക്കെ തെറ്റിക്കാനൊക്കെ നോക്കുന്ന ഒരു പാഴ്വേലയാണ്. അവരെല്ലാം അവരെന്നെ പറഞ്ഞല്ലോ, പല രാഷ്ട്രീയക്കാരും പല ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് അവരുടെ രാഷ്ട്രീയം ഉണ്ട്, അത് വേറെ കാര്യം. അതിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. ലീഗിനെ ലക്ഷ്യമിട്ട് സമസ്തയുടെ പേരിൽ ഇറക്കിയ ചോദ്യാവലിക്ക് ബദൽ ചോദ്യാവലി പൊന്നാനി ടീം സമസ്ത കൂട്ടായ്മയുടെ പേരിൽ ഇന്ന് പുറത്തു വന്നു. ശരീഅത്ത് കാടൻ നിയമമാണെന്ന് പറഞ്ഞ CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആര് എന്നിങ്ങനെ ഇടതുപക്ഷത്തെ പരിഹസിച്ചാണ് ചോദ്യങ്ങൾ. ലീഗ് നേതാക്കളുടെ മുൻകാല സമസ്ത വിരുദ്ധ പ്രസംഗങ്ങൾ കോർത്തിണക്കി പൊന്നാനിയിൽ ലീഗിനെതിരെ വീഡിയോ പ്രചാരണവുമായി സമസ്തയിലെ ലീഗ് വിരുദ്ധരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സമീർ ബിൻ കരീം, 24 തിരൂർ. കൊല്ലം പോരുവഴിയിൽ ജീവിച്ചിരിക്കുന്നയാളെ മരിച്ചെന്ന് കാണിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പരാതി. റിട്ടയർഡ് സ്കൂൾ അധ്യാപകനായ പോരുവഴി സ്വദേശി TK ഹനീഫയെയാണ് മരിച്ചതായി രേഖപ്പെടുത്തിയത്. വീട്ടിൽ വോട്ടേഴ്സ് സ്ലിപ്പ് നൽകാൻ എത്തിയപ്പോഴാണ് ഹനീഫയ്ക്ക് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. തന്റെ സ്ലിപ്പ് ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം BLOയുടെ കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെന്ന വിവരം അറിയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചവരോട് എന്ത് കാരണം കൊണ്ട് എൻ്റെ ഇല്ലല്ലോ, എൻ്റെ കോപ്പി ഇല്ലല്ലോ, എനിക്ക് കാർഡ് തന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ
അവർ ഉണ്ട് വേറെ മാറ്റിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇദ്ദേഹം മരണപ്പെട്ടതായി BLO റിപ്പോർട്ട് നൽകിയതായി മനസ്സിലാകുന്നത്. BLO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടർ ലിസ്റ്റിൽ നിന്നും ഇദ്ദേഹത്തിന്റെ പേരൊഴിവാക്കിയതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതോടെ CPIMന്റെ പ്രാദേശിക ഭാരവാഹികളടക്കം സ്ഥലത്തെത്തി. തുടർന്ന് പേര് നീക്കിയത് സംബന്ധിച്ച ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. ജീവിച്ചിരിക്കുന്ന താൻ മരിച്ചതായി രേഖപ്പെടുത്തി റിപ്പോർട്ട് അയച്ചത് എങ്ങനെയാണെന്ന് ഹനീഫ ചോദിക്കുന്നു. അരുൺ രാജ്, 24 കൊല്ലം. വോട്ടെടുപ്പിന്റെ തലേദിവസം പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നതായി പരാതി. തൃശൂർ ഒളരിയിലെ കോളനിയിൽ വീടൊന്നിന് 500 രൂപ വീതം BJP നൽകിയെന്നാണ് ആരോപണം. ആറ്റിങ്ങലിൽ UDF പ്രവർത്തകരിൽ നിന്ന് 5000 രൂപ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. തൃശൂർ ഒളരിയിലെ ശിവരാമപുരം കോളനിയിലാണ് വീടൊന്നിന് 500 രൂപ വീതം BJP പ്രവർത്തകർ വിതരണം ചെയ്തെന്ന് പരാതി. ചോദ്യം ചെയ്തതോടെ പണം വിതരണം ചെയ്യാനെത്തിയവർ മുങ്ങിയെന്നും നാട്ടുകാർ. അവർ വന്നിട്ടുണ്ടായിരുന്നു, എന്ത് സാധനങ്ങൾ തന്നു, കാര്യങ്ങളുണ്ട്, പിന്നെ അതിൽ പൈസയാണ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ മടക്കി വിടുക ചെയ്തത്. അപ്പോൾ അവർ മേടിക്കില്ല, അത് നിങ്ങൾ കൈ പിടിച്ചോ എന്ന് പറഞ്ഞു. വന്നിട്ടുള്ളത് BJPയുടെ സുഭാഷ് എന്ന് പറഞ്ഞവനാണ്. എന്ത് ഞങ്ങൾ തന്നപ്പോൾ അങ്ങോട്ട് തിരിച്ചു കൊടുത്തപ്പോൾ വേണ്ട, അത് കയ്യിൽ വെക്കെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യപ്പെട്ടോ? ഒന്നും പറഞ്ഞില്ല. അവർ വേറൊരു കാര്യം പറഞ്ഞില്ല, ഇത് കയ്യിൽ വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഈ പൈസ കയ്യിൽ വെക്കും, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു, രണ്ടാളും വേണ്ടാന്ന് പറഞ്ഞു, ഇത് കയ്യിൽ വെക്കും നിങ്ങളെന്ന് പറഞ്ഞു. തൃശൂരിൽ ചിലർ രാഷ്ട്രീയ മത്സരത്തിനല്ല ശ്രമിക്കുന്നതെന്ന് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ കുറ്റപ്പെടുത്തി. ഇവിടെ ഒരു രാഷ്ട്രീയ മത്സരം നടത്തുന്നതിനല്ല ഇവിടെ ചില മുന്നണികൾ ശ്രമിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് ഇല്ലാത്ത തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ആറ്റിങ്ങൽ നഗരൂരിൽ സ്ലിപ്പ് വിതരണത്തിനിടെ UDF പ്രവർത്തകർ പണവും നൽകിയെന്നാണ് ആക്ഷേപം. പരാതിയെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ UDF പ്രവർത്തകരിൽ നിന്ന് 5000 രൂപ കണ്ടെത്തി. സീരിയൽ നമ്പർ രേഖപ്പെടുത്തിയ ശേഷം പണം തിരികെ നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായതോടെ CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പിരിച്ചു നൽകുന്ന തുകയെന്ന് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ന്യായീകരിച്ചു. ഞങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് സഹായങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ളതുകൊണ്ട് നാട്ടുകാരിൽ നിന്നും പണം പിരിച്ച് ഞങ്ങൾ ഓരോ സ്ഥലത്തും, ഞങ്ങളെന്ന് പറയും ഞാൻ കൊടുക്കുന്നു എന്നുള്ളതല്ല, ഓരോ അതാത് പാർട്ടിയിൽ നിന്ന് പാർട്ടിക്കാർ പണം പിരിച്ച് സമ്പത്തുണ്ടാക്കി അതാത് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. വടകരയിൽ UDF വർഗീയ പ്രചരണം നടത്തുന്നതായി LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിദ്വേഷ പ്രചാരണത്തിന് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന് തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയതിനെതിരെ UDFും രംഗത്തെത്തി. മീൻചന്ത ആർട്സ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ അബ്ദുൾ റിയാസിനെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ ചിത്രം ഉപയോഗിച്ച് വർഗീയ പ്രചാരണം നടത്തുന്നത് CPIM ആണെന്ന് UDF ആരോപിച്ചു. യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ID ഉണ്ടാക്കിയാണ് പ്രചാരണം. അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് റൂറൽ SP പരാതി നൽകിയതായും UDF നേതാക്കൾ അറിയിച്ചു. പത്തനംതിട്ട കോന്നി മണ്ഡലത്തിലെ പോളിംഗ് ഓഫീസർമാരുടെ പട്ടിക ചോർന്നതിൽ നടപടിയെടുത്ത് ജില്ലാ കളക്ടർ. കോന്നി താലൂക്ക് ഓഫീസിലെ LD ക്ലർക്ക് യദുകൃഷ്ണനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പട്ടിക ചോർത്തിയത് LDF അനുകൂല സംഘടനയാണെന്ന് UDF ആരോപിച്ചു. ആരോപണം നിഷേധിച്ച LDF വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകി. പോളിംഗ് സാമഗ്രികൾ വാങ്ങിയ ശേഷം മാത്രമാണ് ഉദ്യോഗസ്ഥരെ ഏത് പോളിംഗ് സെന്ററിലാണ് ഡ്യൂട്ടി എന്നറിയിക്കുക. ഈ വിവരമടങ്ങിയ രേഖയാണ് കഴിഞ്ഞ ദിവസം വാട്സാപ്പിലൂടെ ചോർന്നത്. കോന്നി താലൂക്ക് ഓഫീസിലെ LD ക്ലർക്ക് യദുകൃഷ്ണന്റെ അശ്രദ്ധ മൂലമാണ് പിഴവ് സംഭവിച്ചെന്ന വിലയിരുത്തലിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. ഫ്ലക്സ് പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് അയക്കേണ്ട സന്ദേശത്തിനൊപ്പം ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും ഇയാൾ അബദ്ധത്തിൽ അയച്ചെന്നാണ് കണ്ടെത്തൽ. ഇതിൻ്റെ കൂടുതലായിട്ട് ഇതിൽ ബാക്കി എന്തെങ്കിലും കാര്യം ഇൻവോൾവ് ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി ഇവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡീറ്റെയിൽഡ് എൻക്വയറി നടത്താൻ വേണ്ടി RDO അടങ്ങുന്ന ഒരു ടീമിനെ ലോ ഓഫീസറും കൂടെ ചേർന്ന് ഒരു 3 അംഗ സമിതി നമ്മൾ രൂപീകരിച്ച് ഡീറ്റെയിൽ എൻക്വയറി നടത്തിയ ശേഷം ഇതിന് പിന്നിൽ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ലിസ്റ്റിലെ ഉദ്യോഗസ്ഥരെ പരസ്പരം മാറ്റി പ്രശ്നം പരിഹരിച്ചു. ഉദ്യോഗസ്ഥ ഗൂഢാലോചന എന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ വിശദ പരിശോധനയ്ക്കായി അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അതേസമയം രാഷ്ട്രീയ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് UDF. പക്ഷേ ഇത് എല്ലാ ബൂത്തുകളിലും ഈ മെസ്സേജ് ഇടതുപക്ഷ സംഘടനകൾ വഴിയും CPM വഴി എത്തി എന്നുള്ളതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് എല്ലാ ബൂത്തുകളിലും ക്യാമറ നിരീക്ഷണം വെക്കാനും നിരീക്ഷണം ഏർപ്പെടുത്താനും ഉള്ള ഉത്തരവാദിത്തം കൂടി കളക്ടർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ആരോപണങ്ങൾ നിഷേധിച്ച LDF ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നും പട്ടിക പുറത്തേക്ക് നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി.
ഏറ്റവും ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്നത് ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നും ഇത് പബ്ലിക് ഡോക്യുമെൻ്റ് ആക്കിയ ആളുകളാണ്. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് എങ്ങനെ ആന്റോ ആന്റണിക്ക് കിട്ടിയെന്നാണ് LDFിന്റെ ചോദ്യം. 24 പത്തനംതിട്ട. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മതസാമുദായിക നേതാക്കളെ സന്ദർശിച്ച് സുരേഷ് ഗോപി പാലാ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരുമായും NSS SNDP നേതൃത്വവുമായും കൂടിക്കാഴ്ച നടത്തി. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ NSSനും SNDPക്കും വികസന രേഖ സമർപ്പിച്ചു. മത്സരിക്കുന്ന മണ്ഡലത്തിലെ നിശബ്ദ പ്രചാരണം ഉപേക്ഷിച്ചാണ് സുരേഷ് ഗോപി മതസാമുദായിക നേതാക്കളെ കാണാൻ ഇറങ്ങിയത്. ആദ്യം കോട്ടയത്തെത്തി പാലാ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തി. അരുവിത്തുറ പള്ളിയിലും പാലാ കുരിശുപള്ളിയിലുമെത്തി പ്രാർത്ഥിച്ച ശേഷമായിരുന്നു ഈ കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനമാണെന്നും രാഷ്ട്രീയമില്ലെന്നും സുരേഷ് ഗോപി. ഇതെന്റെ പ്രൈവറ്റ് വിസിറ്റാണ്. എനിക്ക് അരുവിത്തുറ പള്ളിയിൽ പോകണമെന്നുള്ളത് നേർച്ചയായിരുന്നു. അതിന് ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞ് എത്തണമെന്ന് വിചാരിച്ചു വന്നു. ആ കൂട്ടത്തിൽ തുടർന്ന് NSS ആസ്ഥാനത്തും സുരേഷ് ഗോപി എത്തി. സുകുമാരൻ നായരുമായി അരമണിക്കൂർ നേരം കൂടിക്കാഴ്ച നടത്തി. ശേഷം കണിച്ചിക്കുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളിയെയും കണ്ടു. തൃശൂരിൽ വിജയമുറപ്പാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നല്ല പ്രതീക്ഷയാണ്. ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങോട്ടെടുക്കണം? ഞാൻ എത്ര ദിവസമായിട്ട് പറയുന്നു, ഞാൻ ഇങ്ങോട്ടെടുത്തിരിക്കുകയാണ്. 2019 മുതൽ അവിടെ ആരുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കൂ. ശോഭാ സുരേന്ദ്രൻ രാവിലെ തന്നെ ചങ്ങനാശ്ശേരി NSS ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറിയെ വന്നു കണ്ടു. പിന്നീട് വെള്ളാപ്പള്ളി നടേശനെയും വീട്ടിലെത്തി സന്ദർശിച്ചു. ഇരുവർക്കും വികസന രേഖയും കൈമാറി. സന്ദർശനത്തിന് രാഷ്ട്രീയമില്ലെന്ന് നേതാക്കൾ പറയുമ്പോഴും ലക്ഷ്യം മതസാമുദായിക വോട്ടുകൾ തന്നെയാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഷിബിനൊപ്പം ടോബി ജോൺസൺ, 24. വാർത്താമഴ വീണ്ടും മറ്റു ചില വാർത്തകളിലേക്ക്, പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. BJPയിലേക്ക് പോകാൻ ചർച്ച നടത്തിയ CPIM നേതാവ് EP ജയരാജനെന്ന് K സുധാകരൻ. ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചെന്നും K സുധാകരൻ ആരോപിച്ചു. EP ജയരാജൻ ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി ശോഭാ സുരേന്ദ്രനും രംഗത്തു വന്നു. ആരോപണം അടിസ്ഥാനരഹിതമെന്നും സുധാകരനെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകുമെന്നും EP ജയരാജന്റെ പ്രതികരണം. LDF കൺവീനർ EP ജയരാജനെതിരെ ഗുരുതര ആരോപണവുമായി K സുധാകരൻ. BJPയിൽ ചേരാൻ EP ജയരാജൻ ചർച്ച നടത്തി. ഓഫർ ഗവർണർ പദവി പാർട്ടിയിൽ ഒതുക്കപ്പെട്ടതിന്റെ നിരാശയാണ് ചർച്ചയ്ക്ക് EPയെ പ്രേരിപ്പിച്ചതെന്നും K സുധാകരൻ. ഞാനല്ല പോകുന്നത്, EP ജയരാജനാണ്. EP ജയരാജന്റെ ചർച്ച കഴിഞ്ഞു. ചർച്ച ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനും ചർച്ച നടന്നു ഒരു പരിധി വരെ എല്ലാം കടന്നങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പോയി. EP ജയരാജന്റെ BJP പ്രവേശനത്തിന് 90% ചർച്ചയും പൂർത്തിയായിരുന്നതായി ശോഭാ സുരേന്ദ്രൻ. ഡൽഹിയിലേക്ക് പോകാൻ TG നന്ദകുമാർ തനിക്ക് വിമാന ടിക്കറ്റ് എടുത്തു നൽകി. EPയുടെ മകൻ വാട്സാപ്പിൽ സന്ദേശം അയച്ചതിന്റെ തെളിവുകൾ ഫോണിലുണ്ട്. EPയുടെ മകനുമായി എറണാകുളത്തെ ഹോട്ടലിൽ ചർച്ച നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ അവകാശപ്പെട്ടു. എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജൻ്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്? ഈ ജയരാജൻ്റെ മകനെ ഞാൻ കാണുന്നത് 18-ാം തീയതി ജനുവരി മാസം 2023 അത് എറണാകുളത്തെ റിനൻസൻസ് ഹോട്ടലിൽ വെച്ചാണ്. ആരോപണം തള്ളി EP ജയരാജൻ. RSSനെതിരെ പോരാടി വന്നയാളാണ് താനെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും EP ജയരാജൻ. എനിക്ക് BJPയിലേക്കും RSSയിലേക്കും പോട്ടെ ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ്. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ സുധാകരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സുധാകരന് വക്കീൽ നോട്ടീസ് അയക്കാനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. K സുധാകരൻ BJPയിൽ പോകുമെന്ന ആരോപണമാണ് കണ്ണൂരിൽ LDF പ്രധാന ആയുധമാക്കിയത്. ഇതേ ആരോപണം ഉന്നയിച്ച് തിരിച്ചടിക്കുകയാണ് K സുധാകരൻ. 24 കണ്ണൂർ. വിദ്വേഷ പരാമർശം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് നിങ്ങളുടെ സമ്പത്ത് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുന്നുവെന്നും പ്രത്യേക വിഭാഗത്തിന് വീതിച്ച് നൽകുമെന്നും നരേന്ദ്രമോദി ആവർത്തിച്ചു. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചർച്ച ചെയ്യാൻ സമയം ആവശ്യപ്പെട്ട് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. തോൽവി ഭയന്നാണ് പ്രധാനമന്ത്രി അസഭ്യം പറയുന്നതെന്ന് അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും കത്തിൽ പറയുന്നുണ്ട്.
കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരായ വിദ്വേഷം കലർന്ന വിമർശനം പ്രചാരണ വേദികളിൽ ഓരോന്നിലും ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. कांग्रेस सरकार ने कर्नाटका में जितने भी मुस्लिम समाज के लोग हैं, उच्च वर्ग के होंगे, धनी होंगे, व्यापारी होंगे, उद्योगपति होंगे, न्यायमूर्ति होंगे, कोई भी होंगे, बस सिर्फ मुसलमान होना चाहिए. ജനങ്ങളുടെ സമ്പാദ്യം സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ച് അത് പ്രത്യേക വിഭാഗത്തിന് നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലുണ്ടെന്നാണ് ആരോപണം. കോൺഗ്രസിന്റെ പ്രകടന പത്രിക പോലും മുസ്ലിം ലീഗിന്റേതാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ മുസ്ലിം വിഭാഗത്തെ OBCയിൽ ഉൾപ്പെടുത്തി. അധികാരത്തിലെത്തിയാൽ കർണാടക മോഡൽ രാജ്യത്താകെ നടപ്പിലാക്കാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആരോപണങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ BJPയിൽ നിന്ന് ഈ നീക്കം പ്രതീക്ഷിച്ചിരുന്നുവെന്ന് പറഞ്ഞു തുടങ്ങുന്ന കത്തിൽ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്കെതിരെ കടുത്ത വിമർശനമുണ്ട്. മോദി പ്രധാനമന്ത്രി കസേരയുടെ അന്തസ്സ് താഴ്ത്തുന്നുവെന്നും തോൽക്കുമെന്ന് ഭയന്നാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്രയും അസഭ്യം പറഞ്ഞതെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഖർഗെയുടെ കത്തിൽ പറയുന്നു. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിദ്വേഷ പ്രസംഗ പരാതിയിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് മുൻപ് വിശദീകരണം നൽകാൻ BJPക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. രാഹുൽ ഗാന്ധിക്കെതിരായ BJPയുടെ പരാതിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയോടും കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ പരാതി നൽകി 4 ദിവസം പിന്നിട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന പ്രതിപക്ഷ ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 77 വകുപ്പനുസരിച്ച് BJP അധ്യക്ഷൻ JP നദ്ദയ്ക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഏപ്രിൽ 29 രാവിലെ 11 മണിക്കുള്ളിൽ പാർട്ടി അധ്യക്ഷൻ മറുപടി നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. BJP പരാതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും കമ്മീഷൻ നോട്ടീസ് നൽകി. മല്ലികാർജുൻ ഖാർഗെയോടാണ് വിശദീകരണം തേടിയത്. രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിച്ചു വരുന്നുവെന്നതടക്കമുള്ള രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ നൽകിയ പരാതിയിലാണ് നടപടി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാമക്ഷേത്ര പരാമർശത്തിൽ ചട്ടലംഘനമില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മതത്തിന്റെ പേരിൽ വോട്ട് തേടിയതായി പരിഗണിക്കാൻ കഴിയില്ലെന്നും തന്റെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുക മാത്രമായിരുന്നു എന്നുമാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. 24 ഡൽഹി. JEE മെയിൻ പരീക്ഷയിൽ കേരളത്തിൽ ഒന്നാമനായി ഹാഫിസ് റഹ്മാൻ. 99.99% സ്കോറോടെ അഖിലേന്ത്യാ തലത്തിൽ 197ാം റാങ്കും നേടി ഹാഫിസ്. പെൺകുട്ടികളിലും ആൺകുട്ടികളിലും കേരളത്തിൽ ആദ്യ 10 റാങ്കുകളിൽ 8ഉം നേടിയത് ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. രാജ്യത്തെ വിവിധ NITകളിലെ പ്രവേശനത്തിനുള്ള JEE മെയിൻ പരീക്ഷയിൽ പാലാ ബ്രില്യന്റിന് ഇത്തവണയും അഭിമാന നേട്ടം. പാലാ ചാവറ CMI പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായ ഹാഫിസ് റഹ്മാൻ 99.99% സ്കോറോടെ അഖിലേന്ത്യാ തലത്തിൽ 197ാം റാങ്കും സ്വന്തമാക്കി. മലപ്പുറം ജില്ലയിൽ ഇല്ലിക്കൂട്ടിൽ വീട്ടിൽ ഡോക്ടർ അബ്ദുൾ റഹ്മാന്റെയും ഷാഹിനിയുടെയും മകനാണ് ഹാഫിസ്. S ഹരികൃഷ്ണൻ, സയാൻ പാഷ NK, അതുൽ PT, ദേവാനന്ദ് P, സിദ്ധാർത്ഥ് K, ഹരികൃഷ്ണൻ S, നെവിൻ സിബി എന്നിവർ അഖിലേന്ത്യാ റാങ്കിങ്ങിൽ ആദ്യ 1000-നുള്ളിൽ ഇടം നേടി. ഇവരെല്ലാവരും തന്നെ 99 മുകളിൽ പെർസെന്റേജ് സ്കോറും കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ മുൻനിരയിലെത്തിയ വിദ്യാർത്ഥികളിൽ 80%-ലധികവും പാലാ ബ്രില്യന്റിൽ പരിശീലനം നേടിയവരാണ്. രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിൽ പ്രവേശനം ഉറപ്പിച്ചിരിക്കുകയാണ് പാലാ ബ്രില്യന്റിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ. 24 കോട്ടയം. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്.